നമുക്കിപ്പോ 50 രൂപ അല്ലെങ്കിൽ 100 രൂപ പോകുന്നതിന്റെ അല്ല. പക്ഷെ ഒരു തെറ്റ് തന്നെയാണ്. ഈ ചായക്ക് എത്ര രൂപയാ? 5 രൂപ. ചായ കുടിക്കാം. ചായ കുടിച്ചിട്ടില്ല. കുടിച്ചില്ല. എന്നാ ചായ കുടിച്ചാലോ? കുടിക്കാം. ബ്രെഡ് ഓംലേറ്റ് ബ്രെഡ് ഓംലേറ്റ് ഉണ്ടോ? ബ്രെഡ് ഓംലേറ്റ് ചായ ഉണ്ടോ? ചായ വരും. ഫുഡ് കഴിച്ചാണോ? വരാണ്ടോ? പുള്ളിക്ക് വേണ്ടേ? എനിക്കും വേണം. 4 നമ്പർ. സ്കാനിങ് ഇല്ലേ? സ്കാനർ ഇല്ലേ? ഇപ്പൊ നമുക്ക് ബ്രെഡ് ഓംലേറ്റ് വന്നില്ലേ? ഇതിന്റെ MRP നമുക്ക് അറിയാനായിട്ട് എന്ത് ചെയ്യും? നമുക്കിപ്പോ എന്താ വെച്ചാൽ ഇതിന് 150 രൂപ. അപ്പൊ നമുക്ക് ഇതിന് ശരിക്കും പറഞ്ഞാല് 50 രൂപയാണ് ഓൺ ട്രെയിനില്. അപ്പോ ഇതിന്റെ യഥാർത്ഥ പ്രൈസ് എത്രയാ? അപ്പൊ ഇതാണ് അതിന്റെ നോൺ വെജ് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ട്. ബ്രെഡ് ഓംലേറ്റ് 50 രൂപ. ഓടുന്ന ട്രെയിനിൽ 50 രൂപ, സ്റ്റേഷനിൽ 45 തന്നെ. ഈ താഴത്തതാണ് നോൺ വെജ്. അപ്പൊ ഇതിന്റെ ഒപ്പം ഇത്ര ഐറ്റംസും കൂടി ഉണ്ട്. നാപ്കിന്, ഡിസ്പോസല്, സ്പൂണ്, നോൺ വെജ് ബ്രേക്ക്ഫാസ്റ്റ്, എഗ് ഓംലേറ്റ്, ബ്രെഡ് സ്ലൈസ് 2 എണ്ണം, 50 ഗ്രാം ഓംലേറ്റ്, ബോയിൽഡ് എഗ് 2 എണ്ണം. ഇതെവിടെ? 1970 ബട്ടർ ഇൻ ബട്ടർ ഫാക്ടറി ഏജന്റ്, ടൊമാറ്റോ കച്ചപ്പിൻ. അപ്പൊ കെച്ചപ്പ് എത്രയാണ്? 8 ഗ്രാംസാ. ഒരെണ്ണം 12 ഗ്രാം. 8 ഗ്രാമേ ഉള്ളത്. 8 ഗ്രാം. ഓക്കെ. ചില അച്ചാറൊക്കെ കുറച്ചടിക്കാറുണ്ട്. സാൾട്ട് ഒരെണ്ണം. നാപ്കിൻ 1, ഡിസ്പോസിബിൾ സ്പൂൺ. നാപ്കിൻ 1, ഡിസ്പോസിബിൾ സ്പൂൺ 1. അപ്പൊ ഇത് പൊട്ടിച്ച് നോക്കിയാലോ? ഫോട്ടോ എടുക്കാം. ഇതിനൊരു ഫോട്ടോ ഇതിൽ തന്നെ എടുത്തോ? അല്ല, ഇത് വെച്ചിട്ട് എടുക്കാം. 3 എണ്ണം വാങ്ങിച്ചെന്ന് കാണിക്കാനേ. വെക്കണം. പറഞ്ഞ പോലെ ഇതിനകത്ത് ഇപ്പൊ ഞാൻ തുറന്നു കഴിഞ്ഞപ്പോ ഇതിനകത്ത് സ്പൂൺ കണ്ടില്ല. സ്പൂൺ മാത്രമല്ല, ടിഷ്യൂ ഉണ്ടായില്ല. ഈ പറഞ്ഞ 2 സാധനം നമുക്ക് കിട്ടേണ്ടതല്ലേ? അതെ. നമ്മളല്ല, വേറെ സംഭവിച്ചത് ഇതിന്റെ പോലെ MRP സ്റ്റിക്കർ ഉണ്ടാവേണ്ടതാ. IRCTC സ്റ്റിക്കർ ഉണ്ടാവേണ്ടതാ. അതും വേണം. അതുമില്ല. അതും വേണം. ഈ പൈസ കൊണ്ടാണ് അവര് കണക്കെടുത്ത് മേടിക്കണം. അവിടെ കോൺട്രാക്ട് എടുക്കണ്ടേ? ഇപ്പൊ നമ്മളിപ്പോ എനിക്ക് ഇപ്പൊ കൈ കൊണ്ട് തിന്നണ്ടായെന്നുണ്ടെങ്കിൽ നമുക്ക് സ്പൂൺ വെച്ച് തിന്നാലോ. അതെ. നമുക്കത് ഇതല്ലേ, പറഞ്ഞ സാധനങ്ങളെല്ലാം പ്രൊവൈഡ് ചെയ്യണമെന്നല്ലേ? അതെ, ചെയ്യേണ്ടതാണ്. അതുകൊണ്ടാണ് കോൺട്രാക്ട് എടുക്കുന്നത് അവര്. ഇതിപ്പോ നമുക്ക് ഏതെങ്കിലും ഒരു കടയിൽ നിന്ന് കഴിക്കണോ? തെറ്റപ്പുള്ളൂ. പറഞ്ഞ സാധനങ്ങളൊന്നും തന്നില്ലല്ലോ. അപ്പൊ ഇനിയിപ്പോ എന്ത് ചെയ്യാൻ പറ്റും നമുക്ക്? ഇനിയിപ്പോ നമ്മളിപ്പോ പറഞ്ഞ സാധനം നമുക്ക് കിട്ടിയില്ലോ. പിന്നെ നമ്മൾ എന്ത് ചെയ്യും? നമുക്ക് റെയിൽ മാർഗം ഒരു പരാതി കൊടുക്കാം. അപ്പൊ അതിന് മാനേജർ വരും. എന്നാ ചായ കൂടി വരട്ടെ. ചായ 2 സാധനങ്ങളുള്ളൂ. ചായ ഇതും ചായയും വരട്ടെ. ചായ പറയാം. സ്കാനിങ് പുറത്ത് 20 രൂപ. അതെ. റോഡില് ഇവിടെ 15 രൂപ. ഇവൻ നമ്മളിപ്പോ ട്രൗസർ ഇട്ടെങ്കിൽ ഇവൻ നമ്മളെ 20 രൂപ മേടിക്കും. നമ്മളിപ്പോ ട്രൗസർ കിട്ടാൻ വന്നെങ്കിൽ ഇവന് 20 രൂപ മേടിക്കും നമ്മളെ.
അളന്നിട്ടാണ് മേടിക്കണത്. അപ്പൊ ഈ ശരിക്കൂല്ലേ, ആ അപ്പൊ ഈ ശരിക്കും നമ്മളിപ്പോ ഈ ഫുഡ് നമ്മളിപ്പോ വന്നപ്പോ മേടിച്ചു, ഈ ഓൺലൈനിൽ മേടിക്കാൻ പറ്റും? ഓൺലൈൻ ഓർഡർ ചെയ്താൽ പറ്റും. ഇപ്പൊ IRCTCയും സൊമാറ്റോ ടൈപ്പായിട്ട് നമ്മൾ ഓർഡർ ചെയ്യുമ്പോൾ അടുത്ത സ്റ്റേഷനിൽ നിന്ന് സൊമാറ്റോയുടെ ബാഗ് ഇട്ടിട്ട് ആള് കയറും. സാധാരണ നമ്മൾ വീട്ടിൽ നിന്ന് മേടിക്കണ പോലെ തന്നെ നമുക്ക് തന്നിട്ട് അവര് പോകും. ഫുൾ ബില്ലിങ് ഉണ്ടാവും, നമുക്ക് ഫുൾ ബില്ലിങ് ഉണ്ടാവും. നല്ല ഹൈജീനിക് ആയിരിക്കും, ഇതേപോലെ ആയിരിക്കും, നല്ല പാത്രവും കാര്യങ്ങളും ഹൈജീനിക് ആയിരിക്കും. മിക്ക ആൾക്കാരും അതായത് ബുക്ക് ചെയ്യണം. ഇപ്പൊ IRCTC എടുക്കാണ്ടേ പ്ലേറ്റും ഉണ്ടാവും നമുക്ക്. ഈ പറഞ്ഞ സംഭവങ്ങളെല്ലാം ഉണ്ടാവും. സ്പൂൺ, ഡിസ്പോസൽ, ടിഷ്യൂ, 5-6 ടിഷ്യൂ ഉണ്ടാവും. സാനിറ്റൈസറിന്റെ ചെറിയൊരു പാക്കറ്റ് ഉണ്ടാവും. ഇതിപ്പോ ശരിക്കും അറിയാം, ഇത് IRCTC. ഇത് നമ്മൾ അവിടെ കഴിക്കുകയാണെങ്കിൽ 45 രൂപയും ഇവിടെ ഇതിനകത്താവുമ്പോ 50 രൂപ. സ്റ്റേഷനിൽ 45, ട്രെയിനിൽ 50, ഓടുന്ന ട്രെയിനിൽ 50. ഇതിന് കൂടുതലുള്ള സാധനങ്ങളാണ് ടിഷ്യൂ സ്പൂൺ. ടിഷ്യൂ സ്പൂണും പിന്നെ വേറെ കുറച്ച് സാധനങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ബട്ടറും കൂടി ഉണ്ടാവും ഇതിന്റെ ഒപ്പം. ഇതൊന്നുമില്ല. ഇതിന്റെ മാത്രമല്ല, ബിരിയാണി ആണെങ്കിലും ഇതേപോലെ പാക്കറ്റിൽ ബിരിയാണി വന്നിട്ട് പോകില്ല. അതിന്റെ ഒപ്പം ഇതേപോലെ സാനിറ്റൈസർ മറ്റുള്ള സാധനങ്ങളൊക്കെ ഉണ്ട്. അതല്ല അപ്പൊ ഈ പറഞ്ഞ സാധനങ്ങൾ നമുക്ക് കിട്ടാതെ വരുമ്പോ നമ്മള് സാധാരണഗതിയില് പരാതി കൊടുക്കും അല്ലേ? അപ്പോഴോ റെയിൽ മദത് ഒരു ആപ്പ് വരെ പരാതി കൊടുക്കണമെന്നോ? റെയിൽ മദത് എന്നുള്ള ആപ്ലിക്കേഷൻ വരെ അതുവരെ പരാതി കൊടുക്കുമ്പോ ഇത് കൺട്രോൾ റൂമിൽ എത്തുക സൗത്ത് സോൺ. ഒന്നെങ്കിൽ പാലക്കാട് ഡിവിഷൻ, അതായത് സേലമാണ്, പിന്നെ കന്യാകുമാരി, പിന്നെ ബാംഗ്ലൂരാണ്. അപ്പൊ നമ്മുടെ ഏതാണ് നിയറസ്റ്റ് അങ്ങോട്ട് പോകും. അവിടെ നിന്ന് ഇവിടുത്തെ TTR വിളിച്ചു പറയും. TTR മാനേജറിനെ നമ്മളടുത്തോട്ട് വിടും അന്വേഷിക്കാൻ വേണ്ടി. പിന്നെ അത് മാനേജറും ഉണ്ട്. മാനേജർ നമ്മളടുത്ത് വരും എന്താന്ന് അന്വേഷിക്കാൻ വേണ്ടി. ഇതറിഞ്ഞായിരുന്നെങ്കിൽ നമ്മളിപ്പോ തന്നെ കഴിച്ചു തീർക്കൂലായിരുന്നല്ലോ. അതിനെ മേടിക്കാലോ നമുക്ക്. അതും അതിനെക്കാട്ടും രസമല്ല, ഇപ്പൊ നമ്മളെ ഡീൽ ചെയ്തോണ്ടിരിക്കുമ്പോ തൊട്ടപ്പുറത്ത് ചായക്കാരൻ ഇപ്പുറത്ത് ഈ പുള്ളിക്ക് ചായ കൊടുക്കണ്ടാവും. അതും 10 രൂപയ്ക്കായിരിക്കും. അത് നമ്മള് കാണിച്ചു കൊടുത്താലും എന്താ മാനേജർ ഇവനെ ഓടിച്ചു വിടും, കാറ്ററിംഗുകാരനെ ഓടിച്ചു മാറി മാറി. ഇത് ഓൾ ഇന്ത്യയില് എന്താ പറയാ, 5 രൂപയല്ലേ 1 രൂപയല്ലേ കൂടുതൽ മേടിച്ചോളൂ എന്ന് പറയുന്ന കുറെ മഹാമാരുണ്ട്. അതെ, ചായ വന്നില്ലോ. അവിടെ കൊണ്ടൊക്കെ വന്നിട്ട് പുറത്ത് 20 രൂപയുടെ കുപ്പികളോട് ഇവിടെ 15 രൂപയ്ക്ക് കിട്ടും. ഇത് പറ്റുന്ന IRCTC തന്നെ വെള്ളമാണ്. റെയിൽ നീര് പുറത്തത്തെ കുപ്പി കൊണ്ടുവരാണ്ട് ഇടക്കിടക്ക. പുറത്തത്തെ കുപ്പി കൊണ്ടുവരും. ബെസ്റ്ററിയ ആക്കില്ലേ, ബെസ്റ്ററിയ ഏതോ കൊണ്ടുവരുമ്പോ 20 രൂപ മേടിക്കണം. അല്ല, എന്താണെങ്കിലും റെയിൽവേ വിൽക്കണത്, റെയിൽ നീതി എന്ന് പറയുന്ന റെയിൽവേയുടെ ബ്രാൻഡ് കൊടുക്കണ 15 രൂപയ്ക്കാണ്. 15 ലിറ്റർ 15 രൂപയ്ക്ക്. അതിനി പുറത്താണെങ്കിലും തണുപ്പിച്ചാണെങ്കിലും കിട്ടും. 15. അതെ അതെ അതെ. ഇവിടെ പുറത്ത് എപ്പോഴും കിട്ടുന്നത് 25 രൂപ കൊടുക്കുന്ന കുപ്പിയുണ്ട്, 30 രൂപയ്ക്ക് 1 ലിറ്റർ. അങ്ങനത്തെ കമ്പനി ഉണ്ട്. അല്ല, ഞാൻ പറഞ്ഞത് ഇത് ഓൾറെഡി കൊടുക്കാൻ പറ്റും. 15 രൂപയ്ക്കും 13 രൂപയ്ക്കും കൊടുത്തത്. ഇപ്പൊ ഇവരെല്ലാവരും കൂടി ചെന്ന് കോടതിയെ സമീപിച്ച് കോടതിയിൽ നിന്നാണ് 20 രൂപയ്ക്ക് 20 രൂപ ആക്കി. 20 രൂപയ്ക്കാണ് ഇവര് മേടിച്ചത്. അപ്പോഴും ഇപ്പോഴും ഇവിടെ 15 രൂപയ്ക്ക് കൊടുക്കുന്നുണ്ട് എന്ന് ഞാൻ പറഞ്ഞത്. ഇതേതായാലും 30 രൂപയ്ക്കും കൊടുക്കുന്നുണ്ട് പ്രിന്റ് ആയിട്ട്. 30 രൂപ കൊണ്ട് എല്ലാ സ്റ്റിക്കറിന്റെ അടുത്തുണ്ട്. പ്രിന്റ് ഏത് ഇവിടെയാ? പിന്നെ എറണാകുളത്ത്
എന്റെ അടുത്ത് സ്റ്റിക്കറിന്റെ ഇതിലെ സ്റ്റിക്കർ ഈ റെയിൽ നീര് 1 ലിറ്ററിന്റെ വെള്ളത്തിൽ റെയിൽ നീരല്ല വേറെ കമ്പനി ആ 1 ലിറ്റർ അതുകൊണ്ട് അത് കാർബൺ ഹൈഡ്രോക്സൈഡ് എന്ന് പറഞ്ഞ അങ്ങനെ അങ്ങോട്ടൊരു സാധനം ചേർത്തിട്ട് H2O അങ്ങനെ വരും. ചായ ഒന്നില്ലോ. ചായ 4 ചായ പറയാം അല്ലെ? 4 ചായ പറയാം. പുള്ളി കുടിക്കുന്നത് കാപ്പി 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 വേണം. കാപ്പി വേണ്ട ചേട്ടാ 4 ചായ. ഒന്ന് 2 ശരിക്കും 150 വേണം പറയാം. സ്കാൻ ശരിക്കും 150 170ന്റെ കപ്പില് 150 കൊടുക്കണമെന്നാണ്. 130 ഉള്ളു കേട്ടോ. ആയിട്ടുണ്ടേ അതെ. ഈ ട്രെയിൻ കുലുക്കി കുലുക്കി എന്റെ ചായ ഒക്കെ കളയുമല്ലോ ഇത്. ആ ഇതിപ്പോ അവിടെ ചെല്ലുമ്പോ മാനേജർ ഫുഡ് ചായക്ക് 40 രൂപയാണല്ലോ നമ്മള് കാശ് കൊടുത്തത്. നമ്മള് 40 രൂപ കൊടുക്കും. 40 നമുക്ക് കൊടുക്കാം, കുഴപ്പമില്ല. പക്ഷെ ഇത് മറ്റേ ഡിപ്റ്റ് ചെയ്യാവണം. മറ്റേ വെള്ളത്തിൽ ഇങ്ങനെ മുക്കിയിട്ട് ഇതില്ലേ ഈ ചായക്കാണെങ്കിൽ ടീ ബാഗ് ചായക്കാണെങ്കിൽ 5 രൂപ, സ്റ്റാൻഡേർഡ് ടീ ആണെങ്കിൽ 5 രൂപ. അപ്പൊ ഇതിപ്പോ നമ്മുടെ കയ്യിൽ നിന്ന് കൂടുതൽ നമ്മൾ മേടിച്ചെങ്കിൽ നമ്മൾ അങ്ങനെയാണെങ്കിൽ പരാതി കൊടുക്കാൻ എന്ത് ചെയ്യും? നമ്മൾ ആദ്യം പരാതി ഒന്ന് ചെയ്തിട്ട് ഡ്രാഫ്റ്റ് ചെയ്യണം. ഡ്രാഫ്റ്റ് ചെയ്യണം. ഇംഗ്ലീഷിൽ ചെയ്യണോ മലയാളത്തിൽ ചെയ്യണോ? എങ്ങനെയായാലും കുഴപ്പമില്ല. ഇതിപ്പോ നമ്മള് അവർക്ക് കംപ്ലൈന്റ് ചെയ്യാൻ പോണം അല്ലേ? ഇതിപ്പോ നിങ്ങൾ പരാതി കൊടുത്തേക്കുന്ന ചായ ഇഷ്യൂസ് അല്ലേ? ആ ഇഷ്യൂസിലാണ് നിങ്ങൾ പരാതി കൊടുത്തേക്കുന്നത്. ഇനിയിപ്പോ എന്ത് സംഭവിക്കും? സംസാരിക്കാൻ പറ്റില്ല. TTR ഡോക്ടർ പൈലറ്റൊക്കെ ഇന്ത്യൻ റെയിൽവേ സ്റ്റാഫ് IRCTC ആണ്. കാറ്ററിംഗ് ടൂറിസം ഇവരുടെ സ്റ്റാഫാണ്. കാറ്ററിംഗ് വെൻഡേഴ്സ് അവര് വരും നോക്കാം. അവര് വരാണ്ട് വീട്ടിൽ പോവില്ലാന്ന് പറഞ്ഞു. ഇങ്ങനെയും കിട്ടും. അക്നോളജ്മെന്റ് കാർഡിന് നമ്പറും കിട്ടും. Your complaint is registered. Your complaint reference number is if you want register to another complaint process. കൊള്ളാലോ. അപ്പൊ ഇനിയിപ്പോ ഇവിടെ നിന്ന് വരുമോ? അത് ട്രെയിനിൽ തന്നെ ഉണ്ടാവും ഇവരുടെ മാനേജർ? ഇനിയുള്ള സ്റ്റോപ്പ് പാലക്കാടല്ലേ? അപ്പൊ നമ്മളിനി പാലക്കാട് നമ്മൾ ഇറങ്ങിയെന്ന് വിചാരിക്കാം, അല്ലെങ്കിൽ നമ്മളിപ്പോ തൃശ്ശൂർ ഇറങ്ങിയെന്ന് വിചാരിക്കും. അപ്പൊ എന്ത് ചെയ്യും? അല്ല, നമ്മളിപ്പോ ടിക്കറ്റ് എടുത്തേക്കണം. നമ്മളിപ്പോ കോംപ്രമൈസ് ആയില്ല, അവർ ഡിലേ ആക്കണേണ്. അപ്പൊ നമുക്ക് കോള് വരും. IRCTC സെൻട്രൽ സോണിൽ കോള് വരും. അതിപ്പോ എന്തെങ്കിലും കോള് വരും. ഇപ്പൊ തന്നെ കോള് വരും. ഇതിപ്പോ എങ്ങനെ അയക്കുക? നമ്മൾ പരാതി എങ്ങനെ അയക്കുക? റെയിൽ മദത് ആപ്ലിക്കേഷൻ വരും. റെയിൽ മദത് ഇതാണ് ആപ്ലിക്കേഷൻ. ആപ്പാണ്. റെയിൽ മദത്. റെയിൽ മദത്. ഇതിനകത്തോട്ട് നമ്മള് ഇതിങ്ങനെ ഓപ്പൺ ചെയ്തു. നമ്മള് കംപ്ലൈന്റ് എന്ന് വെച്ചാൽ അത് കൊടുത്തു കഴിഞ്ഞാൽ ഫോട്ടോ പ്രൂഫ് അപ്ലോഡ് ചെയ്യുക. PNR കൊടുക്കുക. കറക്റ്റ് സീറ്റ് നമ്പർ അറിയാൻ പറ്റും. TTRക്ക് അറിയാൻ പറ്റും. നമ്മുടെ ടിക്കറ്റ് നമ്പർ അറിയാൻ പറ്റും. ഡെസ്റ്റിനേഷൻ അറിയാൻ പറ്റും. റെയിൽ മദത് ആപ്പിൽ എല്ലായിടത്തും റെയിൽവേ സ്റ്റേഷൻ എല്ലായിടത്തും പോസ്റ്റ് സെറ്റ് ചെയ്താൽ മതി. കൺട്രോൾ ചെയ്യാം. അപ്പൊ ഇത് വെച്ചിട്ട് നമ്മൾ കംപ്ലൈന്റ് കൊടുത്തു കഴിഞ്ഞാൽ ആ സ്പോട്ടിൽ നമുക്ക് അറിയാൻ പറ്റും. അല്ല, അവര് വരും. ഇപ്പൊ ഇവര് ഈ ഇതിന്റെ ഓവർ ചാർജിങ് മാത്രമല്ല, ക്ലീനിങ് ആണെങ്കിലും മെഡിക്കൽ അസിസ്റ്റൻസ് ആണെങ്കിലും ഇപ്പൊ ആർക്കെങ്കിലും അസുഖം
പെട്ടെന്ന് ഇതായി ഹോസ്പിറ്റാലിറ്റി വേണം കൊടുത്താല് ഓ അതിനൊക്കെ ഫെസിലിറ്റി ഉണ്ട് ഇവരുടെ കയ്യില്. ഓ ഫാമിലി വർക്ക് ചെയ്യണില്ല, ബാത്റൂം ക്ലീൻ അപ്പൊ തന്നെ വന്നിട്ട് അവരെ കൊണ്ട് പണി ചെയ്യും. ഓ അത് വേണമല്ലോ, കാരണം നമ്മള് കൊടുക്കുന്ന ടിക്കറ്റിൽ നമുക്ക് വൃത്തിയായിട്ടും സുരക്ഷിതമായിട്ട് യാത്ര ചെയ്യാം. അറിയണമെങ്കിൽ कॉल पर नहीं बैंक में जाते हैं। ये हमारे साथ 3 आदमी है। അതെ കംപ്ലൈന്റ് ചെയ്തത് ഈ ബ്രെഡ് ഓംപ്ലേറ്റില് ടിഷ്യൂ പേപ്പർ ഉണ്ടായില്ലോ. അല്ല ടിഷ്യൂ ഉണ്ടായില്ല, സ്പൂൺ ഉണ്ടായില്ല. ഞാൻ ഇപ്പൊ വാങ്ങിച്ച് കഴിച്ചല്ലോ. ആ എനിക്ക് ടിഷ്യൂ ഉണ്ടായില്ല, സ്പൂൺ ഉണ്ടായില്ല. പിന്നെ ഈ ചായക്ക് എത്ര രൂപ? 5 രൂപ. 40 രൂപ. ഗൂഗിൾ ഫോൺ പേ ആയി, എല്ലാം ഫോൺ പേ. ബില്ലും കൂടി അല്ല അല്ല ഈ ടിഷ്യൂ എന്താ തരാഞ്ഞത്? ടിഷ്യൂ സ്പൂൺ உங்களுக்கு ഇത് ഇവിടെ ഇത് ഇങ്ങനെയായി, മറ്റേ അപ്പൊ ടിഷ്യൂ ഉണ്ടെങ്കിൽ അത് ക്ലീൻ ചെയ്യാമായിരുന്നു. എന്റെ മുണ്ട് നോക്കി, ഇത് നോക്കിയതേ ചായ മറിഞ്ഞു. ടിഷ്യൂ ഉണ്ടെങ്കിൽ അത് ക്ലീൻ ചെയ്യാമായിരുന്നു. ഓക്കെ ശരി. അത് ശരി, നിങ്ങൾ തമ്മിൽ സുഹൃത്തുക്കളാണല്ലേ? പരാതി തീർത്ത് ഇപ്പൊ എല്ലാരും സുഹൃത്തുക്കളാണ്. അത് ശരി. അപ്പൊ കംപ്ലൈന്റ് ചെയ്താ കംപ്ലൈന്റ് ഒരു 5 മിനിറ്റ് ഉണ്ട് അല്ലെങ്കിൽ 10 മിനിറ്റ് ഉണ്ട് സംഭവ സ്ഥലത്ത് അവര് വരും. ഓ ഓ ആ അടുത്ത ഫെസിലിറ്റി നമുക്ക് അവിടെ തരും. അതായത് എമർജൻസി ആണെങ്കിലും എന്താണെങ്കിലും നമുക്ക് കിട്ടും. മൊബൈലിന് നെറ്റ്വർക്ക് ഉണ്ടാവണമെന്ന് മാത്രമേ ഉള്ളൂ. ട്രെയിനില് ഓ ഓ അത് കൊള്ളാലോ, നല്ല പരിപാടിയാണല്ലോ. മറ്റതുപോലെ അയ്യോ എനിക്ക് ജോലി എടുക്കണേന്നൊന്നും ആരോടും വിളിച്ചു പറയണ്ട, ചെയ്യാം. ഇതിപ്പോ ഏറ്റവും വലിയ കാര്യമുള്ളൂ. കാരണം ചായക്ക് 5 രൂപയ്ക്ക് ചായ എന്ന് പറയുന്നത് പരാതി കൊടുക്കാം. ഓ ഇല്ല അവൻ വിളിക്കൂ. ഇതല്ല 40 മാത്രമല്ല, ബ്രെഡ് ഓംലേറ്റ് എടുക്കുക, ബില്ല് വേണം. എന്ത് 150 200 200. ഓ ഇത് ചായയുടെ അപ്പൊ 40 രൂപ ഉള്ളതൊന്നും അല്ല, ഇതിനൊന്നും പറഞ്ഞു. 3 ബില്ല് വേണം. മാനേജർ വരട്ടെ. കണ്ട കണ്ട ചായയുടെ പ്രൈസ് നോക്കിയേ, 20 രൂപ 4 എണ്ണത്തിന്. കണ്ട GST അത്രയില്ല. കണ്ട ശരിക്കും GST ആവശ്യമില്ല മറ്റേ ചായക്ക്. കണ്ട 4 രൂപ അല്ല 5 രൂപ ഒരു ചായക്ക് 5 രൂപ നിരക്ക്. കോഫിക്ക് 10 രൂപയേ ഉള്ളൂ. കംപ്ലൈന്റാ ഈ നമ്മുടെ ഞാൻ സ്ഥിരം ട്രാവൽ ചെയ്യണ ബാംഗ്ലൂര്. ഈ ബ്രെഡ് ഓംപ്ലേറ്റ് വേണം ഇതിന്റെ കൂടെ മേടിച്ചു വെച്ചത്. ബ്രെഡ് ഓംപ്ലേറ്റ് മേടിച്ചു കഴിഞ്ഞപ്പോ എനിക്ക് അതിന്റെ കൂടെ ടിഷ്യൂ ഉണ്ടായില്ല, സ്പൂൺ ഉണ്ടായില്ല. ഇതൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടായിരുന്നു.
ഇപ്പൊ എനിക്ക് അതുകൊണ്ടുണ്ടായ നഷ്ടം എന്ന് പറഞ്ഞാൽ എന്റെ മുണ്ട് കണ്ടോ, ചായ മറിഞ്ഞൂണാ. ഇതിപ്പോ ചായയുടെ ഇല്ല. മാനേജർ വന്നിട്ട് പോയി. സ്ഥിരം നടക്കുകയാണ്. നമ്മൾ എല്ലാ വട്ടവും റെയിൽ മാർഗം കംപ്ലൈന്റ് കൊടുക്കും. കാരണം അല്ല, ഇതെന്താ കുഴപ്പം നോക്കിയാൽ ഇത് ഓൾറെഡി ചായക്ക് 5 രൂപ എന്ന് പറയുമ്പോ അതിൽ കൂടുതൽ മേടിക്കാൻ പറ്റില്ലല്ലോ. വിളിച്ചിട്ടുണ്ടായിരുന്നു, ഫോൺ സൈലന്റ് ആയിരുന്നു. ഫോണിപ്പല കണ്ടത് റോള് കഴിഞ്ഞ് എനിക്ക് റോള് ഇല്ലായിരുന്നു. മാനേജറും IRCTC തമ്മിലുള്ളതാണ്. ഇവരെന്താ ചെയ്യാന്ന് വെച്ചാല് ബില്ലൊക്കെ ഡേറ്റ് വേറെ തരും. ആദ്യം ബില്ല് അങ്ങനെ തന്നത് പല 2001 അങ്ങനെ കളിച്ച് മെഷീൻ കറക്റ്റ് നമ്മള് പരാതി കൊടുത്ത് മെഷീൻ കറക്റ്റ് ആക്കി. കറക്റ്റ് ഡേറ്റിലാ തന്നെ സമയം 3/11 അല്ലെങ്കിൽ എനിക്ക് വേറെ ഡേറ്റ് കിട്ടിയിട്ടുണ്ട്. 9/32 ബില്ല് 98 കിട്ടിയിട്ടുണ്ട് എനിക്ക് ബില്ല്. കറക്റ്റ് ആയിട്ട് തരണത്. GST 2.5%. ചില സ്ഥലത്ത് FSI നമ്പർ അടിച്ചു നോക്കുമ്പോ ഇത് 7 മാസം മുമ്പേ എക്സ്പയർ ആയിട്ടുണ്ടാവും. അങ്ങനെയൊക്കെ എനിക്ക് കിട്ടിയിട്ടുണ്ട്. എന്നിട്ട് അവര് എനിക്ക് റീഫണ്ട്. കൊള്ളാലോ. അത് ശരിക്കും ഇത് അമിത ചാർജ് ഈടാക്കല്, അല്ലെങ്കിൽ ഇതിനകത്ത് ഇപ്പോഴും നമുക്ക് അത്ര ഇതില്ലെങ്കിൽ മാത്രമാണ് ഇപ്പോഴും. हेलो, हाँ भैया अभी आए क्या वो बिल लेके ऑमलेट, हाँ ऑमलेट का बिल लेके और वो रिफंड भी मिला तो अच्छा होगा. ठीक है 20 मिनट में आओ. 20 मिनट में आएगा तो अच्छा है. ठीक है 10 മിനിറ്റ് കൊണ്ട് ഒരു ബില്ലും സാധനങ്ങളൊക്കെ ആയിട്ട് വരും. ഫ്രീ ആയി കൊള്ളാം, അടിപൊളി. ഇപ്പൊ എല്ലാവർക്കും ചെയ്യാം. ചെയ്താൽ അത്രയും പൈസ ഇവർക്ക് പാവപ്പെട്ട സഹായിക്കും. അല്ല, ശരിയല്ലേ? കാരണം നമുക്ക് കിട്ടേണ്ട സേവനങ്ങൾ അല്ലെങ്കിൽ നമുക്ക് അതിനകത്ത് പറയുന്ന സാധനങ്ങൾ മുഴുവൻ നമുക്ക് അതിനകത്ത് കിട്ടാൻ ബാധ്യത ഉണ്ടല്ലോ, ഇല്ലേ? അപ്പൊ ഞാൻ നിങ്ങൾക്ക് ഒരു കുപ്പി വെള്ളം തരുന്നു. ആ വെള്ളത്തിന്റെ കൂടെ ചിലപ്പോ ഞാനൊരു എന്തെങ്കിലും ഒരു ചെറിയൊരു ടോയോ എന്തെങ്കിലും ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതെനിക്ക് തരണ്ടേ? അല്ല, ഞാൻ വെറുതെ പറഞ്ഞാണെന്ന് പറയാൻ പറ്റില്ലല്ലോ. അപ്പൊ ഈ പേയ്മെന്റ് ആർക്ക് പോകും? ഈ 50 രൂപ ഇപ്പൊ നമ്മള് മേടിച്ചില്ല. മാനേജർ ടെൻഡർ എടുത്ത ആള് ഈ ട്രെയിനിലില്ല. ടെൻഡർ എടുത്ത ആള് ടീമിനെ വെച്ച് മാനേജർ പറഞ്ഞാല് സ്റ്റാഫ് തന്നെയാണ്. മാനേജർ ടെൻഡർ എടുത്ത ആളുടെ ആരും ഇതല്ല, സ്റ്റാഫിനെ നിയോഗിച്ച് ടെൻഡർ എടുത്ത ആള്. അപ്പൊ ഇത് അവരിലോട്ടായിരിക്കും പോണം, കാറ്ററിംഗിന്റെ ടെൻഡർ പോണം. പക്ഷെ അവരവിടെ എഴുതി എടുക്കുമ്പോ ഇതെല്ലാം കാണിക്കും. പാസഞ്ചേഴ്സ് സ്പൂൺ കൊടുത്ത് മറ്റേത് കൊടുത്ത് അടിച്ചു കാശ് അടിച്ചു പോണത്. സർക്കാരിനും ഉണ്ടായത് പോണത്. നമ്മളെയാണ് പറ്റിച്ചത്. സർക്കാരിന്റെ ഇത് വെച്ചിട്ട് നമ്മളെ പറ്റിച്ചോണ്ടാണ് പോയത്. ഇത് ഇപ്പൊ അല്ലല്ലോ, ഞാൻ അച്ഛനായിട്ടൊക്കെ നാട്ടിൽ പോകുമ്പോ അത് 4 വയസ്സ് 3 വയസ്സുള്ള അപ്പൊ തൊട്ടേ 10 രൂപയാണ്. അപ്പൊ എത്ര നാളായി ട്രെയിനിന്റെ മാത്രം ചായയുടെ മാത്രം ഇതുണ്ട്, മറ്റേ ബിരിയാണി ഉണ്ട്, മറ്റേ ഓൾ ഇന്ത്യ ഒന്ന് ആലോചിച്ച് നോക്കി. അപ്പൊ എത്ര അല്ല, നിങ്ങള് പരാതി കൊടുത്ത് ഒരു കോമൺ ആയി. അറിയാ, എന്നിട്ട് പോലും നിങ്ങൾ വീണ്ടും അത് തന്നെയാണ് അവസ്ഥ. അല്ല, ചെയ്യാൻ പറ്റുള്ളൂ. ഇതേ ഓപ്ഷൻ ഉള്ളൂ നമുക്ക് ചെയ്യാൻ. ചെയിൻ പിടിച്ച് നിർത്തിയിട്ട് കോംപ്രമൈസ് ചെയ്യാൻ ഓപ്ഷൻ നമുക്കില്ല. ട്രെയിന് മുന്നിൽ കയറി നിൽക്കാനും പറ്റൂല. അമിത ചാർജ് മേടിക്കാൻ പറ്റൂല. പിന്നെ പറഞ്ഞേക്കണ സാധനങ്ങൾ മുഴുവൻ പ്രൊവൈഡ് ചെയ്യുന്നത്. കണ്ട ഞാൻ പറഞ്ഞില്ലേ, ഡ്രൈവർക്ക് ഓടിക്കാൻ അറിയാൻ പാടില്ലാന്ന് തോന്നുന്നു. സത്യമാണ്. കണ്ട ഇടിച്ചു കുത്തിങ്ങൾ നോക്കി.
ബസ്സൊക്കെ ഇറങ്ങി ചെന്ന് ചോദിക്കാറുണ്ട്, ഇത് പൈലറ്റ് അപ്പുറത്തേക്ക്. അതുകൊണ്ട് പൈലറ്റിന്റെ ഭാഗ്യം. ആ നേരത്തെ നീ കണ്ടില്ലേ എന്റെ ചായ പറഞ്ഞുകൊണ്ടത് ഇവിടെ കറ പോലെയാണ്. അപ്പൊ നമ്മളിപ്പോ പരാതി കൊടുത്തു, പരാതി കൊടുത്തിട്ട് അതിനകത്ത് നടപടി ഒന്നും എടുത്തില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ഇത് പരാതി എടുക്കുമ്പോൾ നമ്മൾ പരാതി കൊടുക്കുമ്പോൾ നേരെ സോണിലോട്ട്, സെൻട്രൽ സോണിലോട്ടാ പോണത്. അപ്പൊ അവിടെ എന്തെങ്കിലും അപ്ഡേറ്റ് ആവും. അവിടെ ഏത് ട്രെയിൻ നമ്മൾ PNR കൊടുക്കണ്ടല്ലോ, ആ ട്രെയിനിന്റെ PTR ഫോർവേഡ് ചെയ്യും. അങ്ങനെ ഇവർക്ക് ഫോർവേഡ് ആയത്. ഇവര് മാനേജറിനോട് അപ്പൊ നടപടി ഉണ്ടാവും, സ്പോട്ടിലുണ്ടാവും. അത് നന്നായി, അങ്ങനെ ആക്കി നന്നായി. അല്ലെങ്കിൽ പതുക്കെ അല്ലെങ്കിൽ സ്റ്റാഫുകളെ വെച്ച് കറക്റ്റ് ആക്കി അത് മെയിൻറ്റെയിൻ ചെയ്യണം. നന്നായി മോണിറ്ററിങ്. പരാതി കൊടുത്ത് വൈകുന്നേരം അല്ലാണ്ട് ചില സംസ്ഥാന സർക്കാരിനെ പോലെ പരാതി കൊടുത്ത ആ പരാതി കൊടുത്തിട്ടുണ്ട് അവിടെ ഇരിക്കട്ടെ. ഇപ്പൊ KSRTC-യിലാണെങ്കിൽ KSRTC-യിലൊക്കെ ഇത് കണ്ടുപിടിക്കേണ്ട ആ സാഹചര്യം. KSRTC-യിലൊക്കെ ഇത് കണ്ടുപിടിക്കണോ? ഇവിടെ നിന്ന് വിളിച്ചു പറഞ്ഞു കഴിഞ്ഞാ അകറ്റത്തിയല്ലടാ. KSRTC-ക്ക് നമുക്ക് ബില്ല് കിട്ടണം. നമ്മളിപ്പോ കടയിൽ നിന്ന് അവിടെ നമുക്ക് KSRTC-യുടെ ബില്ല് കിട്ടണം. ചായ വാങ്ങാം, അവിടെ നിന്ന് ബില്ല് കിട്ടണം. അത് നമ്മൾ കേട്ടറിവ് പോലും ഇല്ല നമുക്ക്. ചായക്കും എല്ലാ സാധനത്തിനും GST ഉണ്ടെന്നല്ലേ? GST ഉൾപ്പെടെയുള്ള എമൗണ്ട് നോക്കി 5 രൂപ. ഉൾപ്പെടെ 20. അല്ലാതെ 19 രൂപ 4 പൈസയേ ഉള്ളൂ ടോട്ടല്. അത് കൂടി കൂട്ടി 95 പൈസ GST കൂടെ കൂട്ടിയിട്ടാണ് 20 രൂപ. അപ്പൊ ഏകദേശം ഏറ്റവും വില കുറഞ്ഞ വിലക്ക് കിട്ടുന്നത് ട്രെയിനിലായിരിക്കും. അല്ലാതെ വേറെ എവിടെ പോയി മേടിക്കാൻ? ഓടിക്കൊണ്ടിരിക്കുമ്പോ അപ്പുറത്തെ കടയിൽ പോയിട്ട് ചായ കുടിക്കാൻ പറ്റില്ലല്ലോ. ചായ കുടിക്കണമെങ്കിൽ ഇതിനകത്ത് തന്നെ ആള് വരണം. ചായ കിട്ടുമെന്ന് പറഞ്ഞത് അത് കിട്ടൂല. ഇതൊക്കെ മുതലെടുത്താണ് മറ്റേ സ്വിഗ്ഗി, സൊമാറ്റോ, IRCTC ടൈപ്പായി. ചുവന്ന ഡ്രസ്സിൽ സൊമാറ്റോ IRCTC ലോഗോ ഉണ്ടാവും. കറക്റ്റ് നീറ്റായിട്ട് ഫുഡ് കൊണ്ടുവരും, എല്ലാ സാധനങ്ങളും എല്ലാം കൊണ്ടുവരും. അപ്പൊ IRCTC ഗവൺമെന്റ് ആണല്ലോ പാർട്ടി. അപ്പൊ അവരിങ്ങനെ കാണിക്കൊണ്ടാണ് മറ്റേ പ്രൈവറ്റ് ടീംസ് അവര് നല്ല സർവീസ് കൊടുക്കുകയാണ്. അപ്പൊ നഷ്ടം ഗവൺമെന്റ് തന്നെ ഇവര് കാരണം. അപ്പൊ ട്രെയിനിൽ ഒരു മോണിറ്ററിംഗിന്റെ ആളെ വെച്ച് എല്ലാ ട്രെയിനില് ആളെ വെച്ചാൽ മതി അന്വേഷിക്കാൻ വേണ്ടി. ഓവർ ചാർജ് പ്രശ്നം തീരും. അല്ലാണ്ട് അവരെ റെയിൽവേനെ പണ്ടില്ല, അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല. നെറ്റ്വർക്ക് അല്ലേ അവർക്ക്. അല്ല ഇപ്പൊ നിങ്ങളെ അവസാനം ഇപ്പൊ ട്രെയിനിൽ കയറ്റില്ലാന്ന് പറയൂല. എല്ലാ ദിവസവും പരാതിക്കാരനാണ്. ഈ പണ്ട് നവാബ് രാജേന്ദ്രൻ ഒരിക്കല് കേസ് കൊടുക്കൽ ഇങ്ങനെ കൂടി വന്നു കഴിഞ്ഞപ്പോ അടുത്ത് വ്യവഹാരിയായിട്ട് പ്രഖ്യാപിക്കണം. അപ്പൊ അന്ന് ജഡ്ജി പറഞ്ഞു നടക്കില്ല. ഒരു വ്യക്തിക്കെതിരെ സ്ഥിരമായിട്ട് കൊടുക്കുന്ന ഒരാളല്ല, ഒരു വിഷയത്തിൽ മൊത്തത്തിൽ കൊടുക്കുന്നത് കൊണ്ട് ഈ പറഞ്ഞ സാധനത്തിന് ഇത് ചെയ്യണം എന്ന് പറഞ്ഞ പോലെ തന്നെയാണ്. അതായത് ഇപ്പൊ ഉള്ള സ്ഥിരം പരിപാടി എന്ന് പറഞ്ഞത് ഒരു അഴിമതി നമ്മൾ കണ്ടു, നമ്മളതിന് പരാതി കൊടുത്തു കഴിഞ്ഞാൽ അവനപ്പൊ തന്നെ അരൻ. ഇപ്പൊ നിങ്ങൾ നോക്കിക്കോ, ഇപ്പൊ ഒരു ലൈവ് നമ്മൾ ചെയ്യാം, ഒരു സബ്ജക്ട്, അതിനെ ന്യായീകരിച്ചുകൊണ്ട് കുറെ പേര് വരും. നമ്മൾ കയ്യിൽ നിന്ന് മേടിച്ചത് 5 രൂപയല്ലേ, 5 രൂപയല്ലേ, അതെന്താ 5 രൂപയ്ക്ക് കുഴപ്പം, മറ്റതാണ് മറിച്ചാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭയങ്കര ഡയലോഗായിരിക്കും. അതല്ലല്ലോ അതിന്റെ ശരി. നമ്മളെ ചൂഷണം ചെയ്തത് ചൂഷണം തന്നെയല്ലേ. അതെ. ഇത് പ്രതികരിക്കുക പോലും വേണ്ടല്ലോ, ഒരക്ഷരം മിണ്ടണ്ടല്ലോ. സ്പോട്ടിൽ നിന്ന് ഒരു മൊബൈലിൽ ഒരു കുത്തങ്ങോട് കുത്തി കഴിഞ്ഞാൽ അവ പറയുന്ന എല്ലാവരും ഇവിടെ വരും. പിന്നെ നമ്മളതിനെ കുത്തണം അല്ലെങ്കിൽ വിളിച്ചു പറഞ്ഞെന്ന അല്ലെങ്കിൽ നമ്മൾ ചെയ്മലിക്കേണ്ട ആവശ്യമില്ല. ഒരാളത് ഇവിടെ തൊട്ടടുത്തിരിക്കുന്ന ആള് പോലും അറിയില്ല. ആള് വന്നു കഴിയുമ്പോഴാണ് അറിയത്തുള്ളൂ, അല്ലേ? പിന്നെന്തോ
ആ സംവിധാനം കൊള്ളാം ഇതൊക്കെ. അതല്ല ഏറ്റവും ബെറ്റർ. ഇതേപോലെ എല്ലാം ഗവൺമെന്റ് ഓഫീസിൽ ഇതേപോലെ ആ നിങ്ങളെ വിളിച്ചപ്പോ ഫോൺ എടുത്തില്ല എന്നും പറഞ്ഞ് വന്നത് ടി.ടി.ആർ. അവിടെ ടി.ടി.ആർക്ക് വിളി എന്നിട്ട് ഇവിടെ എത്തി. ഒന്ന് ആലോചിച്ച് നോക്കി. സ്പീഡായത് എല്ലാവർക്കും ചെയ്യാം. ഇത് ആൾക്കാർക്ക് ഇത് ഇഷ്ടം അവരുടെ ഇഷ്ടമുള്ളത് ഒന്നും വേണ്ട. റെയിൽവേ എല്ലാ റെയിൽവേസിന് മുമ്പില് ഒരു ബോർഡ് വെച്ചാൽ അതിപോലെ സ്റ്റാൻഡ് ഫോട്ടോ അതിന്റെ പകരം ഒരു ഇത് വെച്ചെങ്കിൽ എത്രത്തോളം കറപ്ഷൻ ഒരു ഫ്ലെക്സ് വെച്ചാൽ മതി. വലിയൊരു ഫ്ലെക്സ് QR കോഡ് വെക്കാം. बिल्लू वरटे इधर बैग इधर बार बार ऐसा करते हैं. मैं कितने बार ना മൂന്നെണ്ണം तीन कटो ഒന്ന് ഇത് വേറെ ബില്ല വേറെ കംപ്ലീറ്റ് ബില്ലുണ്ട്. വേറെ ആളാരും പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അതെ ഇതിനകത്ത് ടിഷ്യൂ ഉണ്ടായില്ല, മറ്റേ സ്പൂണും ഉണ്ടായില്ല. അതിനെന്ത് ചെയ്യും? ആ ലഞ്ച് റെഡി ആക്കണ്ട, ഞങ്ങള് പാലക്കാട് ഇറങ്ങി പോവാ. വേണ്ടാന്ന്, ഞങ്ങള് പാലക്കാട് ഇറങ്ങി പോണേ. പാലക്കാട് സ്റ്റോപ്പ് വേറെ വർക്കിന് വന്നത് പാലക്കാട്. ഏത് ആ ചായയുടെ ബാക്കി പൈസ ഒന്നും ഇല്ല. ബ്രെഡ് ഓംലേറ്റ് റീഫണ്ട് വേണം അല്ലെ? പാലക്കാട് നമ്മൾ ഇറങ്ങും. നാല് ചായക്ക് 20 രൂപയ്ക്ക് 40 രൂപ മേടിച്ചത്. 3 ബ്രെഡ് ഓംപ്ലേറ്റ് മേടിച്ചതില് ഒറ്റ ഒരെണ്ണത്തിലും ടിഷ്യൂ ഉണ്ടായില്ല, സ്പൂണും ഉണ്ടായില്ല. അത് വേണമല്ലോ, അത് നിങ്ങൾ തരാന്ന് പറഞ്ഞിട്ടുണ്ട്. ആ നമുക്ക് ഫുഡ് റെഡി ആക്കി വെച്ചിട്ടുണ്ടോ കോയമ്പത്തൂർ? പരാതി പറഞ്ഞു കഴിഞ്ഞപ്പോ ഫുഡ് നിങ്ങക്ക് കലക്കി വെച്ചിരുന്നത്. വേറെ എന്തൊക്കെ ബില്ല് കൊണ്ടുവന്നിട്ടുണ്ട്. ഒരു ബില്ലും കൂടി കിട്ടാണ്ട് ശരിക്കും നമുക്ക്. നമ്മളിപ്പോ മേടിച്ചത് ഒരു ബ്രെഡ് ഓംലേറ്റ്, ഇത് ഒരെണ്ണം കൂടി ഉണ്ടല്ലോ. ഒരു ബില്ലും കൂടി പോക്കറ്റ് തിരിച്ചു വെച്ചാൽ മാക്സിമം താണ്ടിരിക്കാൻ നോക്കുള്ളൂ. അതെന്താ വെച്ചാൽ ബ്രെഡ് ഓംലേറ്റും ചായയും കൂടി ഒരുമിച്ചുള്ള ബില്ല്, ടോട്ടൽ ബില്ല് അങ്ങനെ കിട്ടും നമുക്ക്. അതാണ് പുള്ളി പോക്കറ്റ് തിരികെ വെച്ചത്. മനസ്സിലായ? അങ്ങനെ കാരണം ഫോട്ടോയിലുണ്ട് ചായ അപ്പൊ അങ്ങനെ ഒരുമിച്ച് വാങ്ങി ഒരുമിച്ച് തരും. എല്ലാം അടിച്ചു അതാണ് ചോദിക്കണത്. ഞാൻ ഏതാ ചോദിക്കണേന്ന് പറയാൻ പറ്റില്ലാത്തോണ്ട് എല്ലാം സെറ്റപ്പായിട്ടുണ്ട്. അത് കൊള്ളാം. അപ്പൊ ഇങ്ങനെയാണ് ഇതിന്റെ പരിപാടി. അത് കൊള്ളാം. അത്രേ ഉള്ളൂ. 1 2 3 അടുത്ത സ്റ്റേഷനിൽ വിശപ്പും കഴിഞ്ഞ് കൈക്കൂലിയും കൺട്രോൾ ചെയ്യാം. ഒരാൾക്ക് വേണമെങ്കിൽ അടുത്ത പാസിന് പറഞ്ഞു കൊടുത്തിട്ട് ഇറങ്ങാം. വേറെ ടൈം പാസിന് വീട്ടിലെടുത്ത് ഇരിക്കാൻ. അല്ല അങ്ങനെയല്ലല്ലോ. അമിത ചാർജ് ഈടാക്കാതിരുന്നു കഴിഞ്ഞാൽ തന്നെ നമ്മുടെ പ്രശ്നം തീരും. നമുക്കിപ്പോ എന്താണ്, നമ്മളൊരു ചായ കുടിക്കണം. ആ ചായ കുടിക്കാനായിട്ട് ചായയുടെ വില എല്ലായിടത്തും മേടിക്കണോണ്ട് 10 രൂപ. നമ്മളാ 10 രൂപ കൊടുത്തു. അല്ലെ അത് ചോദിക്കുന്നത് 10 രൂപ. 10 രൂപ നമ്മൾ അങ്ങോട്ട് കൊടുത്തു. ആക്ച്വലി ഈ 5 രൂപയ്ക്കും ചായ കിട്ടുന്ന അതേ സ്ഥലത്താവും 10 രൂപ മേടിച്ചപ്പോ തെറ്റാണ്. അതങ്ങനെ വിടാൻ പറ്റില്ല. പക്ഷെ നമ്മളത് എന്തുകൊണ്ടാണ് എന്നുള്ളത് നമ്മൾ കാണിച്ചു തന്നു, അത്രേ ഉള്ളൂ. നമുക്കിപ്പോ 50 രൂപ അല്ലെങ്കിൽ 100 രൂപ പോകുന്നതിന്റെ അല്ല. പക്ഷെ ഒരു തെറ്റ് തന്നെയാണ്. അത്രേ ഉള്ളൂ അതിന്റെ കാര്യം, അല്ലേ? അത്രേ ഉള്ളൂ. കാരണം ഈ പറഞ്ഞ പ്രവൃത്തി അത് ചെയ്ത് തെറ്റാണ്. അത് നമുക്ക് ഇത് ചെയ്യാൻ പറ്റില്ല, അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. നിയമം പാലിക്കാനുള്ളതാണ്. അല്ലെങ്കിൽ ആ രാജ്യത്ത് നമ്മുടെ ഇന്ത്യ രാജ്യത്ത് ഒരു നിയമം ഉണ്ടാക്കിയിട്ടുണ്ട്. ആ നിയമം എല്ലാവരും കൃത്യമായിട്ട് പാലിക്കണം. വേണ്ടേ? ഇപ്പൊ റോഡിൽ തുപ്പരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റോഡിൽ തുപ്പാൻ പറ്റില്ല. കാരണം നമ്മുടെ മാത്രമൊന്നുമല്ല, ഇപ്പൊ ലോകത്തുള്ള പലരും
ഇപ്പൊ ഇതിൽ കൂടെ വരുന്നവരായിരിക്കും. അവര് വിചാരിക്കുന്നത് എന്താണ്, ഇപ്പൊ ഇപ്പൊ നമ്മളെ ചിലപ്പോ അവരുടെ കമ്പനിയിലേക്ക് ചിലപ്പോ ഇന്റർവ്യൂവിനായിരിക്കും നമ്മൾ വിളിക്കാൻ പറ്റും. ഇന്ത്യ മലയാളി വേണ്ട, അവൻ അടുത്ത സ്ഥലത്ത് വിളിച്ചോണ്ട് പോകില്ലേ? ആ അപ്പൊ അതില്ലാതിരിക്കണമെങ്കിൽ എന്ത് വേണം? ഈ പറഞ്ഞ പോലെ തെറ്റ് തിരുത്തി കറക്റ്റ് ചെയ്ത് പോകുമ്പോ, ആ നിയമങ്ങൾ പാലിച്ചു കൊണ്ടുപോകുമ്പോ മിക്കവാറും ലോക്കോ പൈലറ്റ് കുത്തിനെ പിടിച്ചാൽ മുണ്ട് മേടിക്കേണ്ടി വരും തോന്നുന്നുണ്ട്. എന്തായാലും ഇത് 1 രൂപ അല്ലെങ്കിൽ 5 രൂപ എന്നുള്ളതല്ല വിഷയം. ആ ചെയ്ത പ്രവൃത്തി തെറ്റായതുകൊണ്ട് അതൊന്ന് ചൂണ്ടിക്കാണിക്കാൻ ട്രെയിനിൽ കയറി എന്നും മാത്രമേ ഉള്ളൂ. ഇത്രയൊക്കെ സൗകര്യങ്ങൾ ഉണ്ടായിട്ടും ഇപ്പോഴും, അല്ലെങ്കിൽ ഓൺലൈനിൽ നമുക്ക് പരാതി കൊടുക്കാം. ആ സ്പോട്ടിൽ TTR വന്നു, മാനേജർ വന്നു, എല്ലാവരും വന്നു. അവൻ ഇവിടെ ഉണ്ട്, ഇരിക്കും. അതാവും മേടിക്കും. ഇതിപ്പോ എല്ലാം തിരിച്ചു തന്നല്ല, ഒന്നും വേണ്ട നിങ്ങൾക്ക്. നിങ്ങൾ സുഹൃത്തുക്കളാണ്. ഓക്കെ, കണ്ട പരാതി നമ്മൾ പറഞ്ഞപ്പോ വന്നത് കണ്ട 100, 150. ഇത് ബ്രെഡ് ഓംപ്ലേറ്റിന്റെ പൈസ, ഇത് ചായയുടെ പൈസ. കണ്ടില്ലേ? ഇത് ശരിക്കും ടിഷ്യൂവും സ്പൂണും നമുക്ക് കിട്ടേണ്ട സാധനങ്ങളായതുകൊണ്ട് അതില്ല എന്ന് പറഞ്ഞതിന്റെ പേരിലാണ് ഈ പറഞ്ഞ സാധനം. പക്ഷെ ചായ കണ്ടല്ലോ, ചായക്ക് 5 രൂപയാണ് നമ്മുടെ ഇത് ചായക്ക് ഈടാക്കാവുന്നത്. അതിനാണ് 40 രൂപ, അല്ലെങ്കിൽ 4 ചായ കുടിച്ചതിന് 20 രൂപയ്ക്ക് വരെ 40 രൂപ മേടിച്ചതിനാണ് ഈ പ്രശ്നം. അതുകൊണ്ടാണ് ഈ പൈസ റീഫണ്ട് ചെയ്തത്. ഇതിപ്പോ എന്തായാലും അയാൾക്ക് തന്നെ തിരിച്ചു കൊടുത്തേക്കാം. അല്ലെങ്കിൽ ഇവിടെ ഇരുന്നവനാണ് ആ കാശ് കൊടുത്തത്, അവൻ ഡിസൈഡ് ചെയ്യണം എന്ത് വേണമെന്നുള്ളത് എന്ന്. അപ്പൊ ഈ സൗകര്യങ്ങളൊക്കെ ഞാൻ നിങ്ങളെ കാണിച്ചു തന്നു എന്ന് മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് ആ പൈസ തന്നിട്ടുണ്ട്. ഏത് ബില്ല് നമ്മുടെ അത് ആർക്കാന്ന് വെച്ചാൽ കൊടുക്കും. ചായയുടെ 20 രൂപ അയാൾക്ക് തിരിച്ചു കൊടുക്കുന്നതാണ് നല്ലത്. ചായ നമ്മൾ കുടിച്ചതാണല്ലോ, 20 രൂപ കൂടുതലല്ലേ മേടിച്ചോളൂ. ചായയുടെ പൈസ അയാൾക്ക് കൊടുത്തേ അല്ല, കൊടുത്തേക്കാൻ പറഞ്ഞു. അവര് ഫുൾ എമൗണ്ട് തിരിച്ചു. ഞാൻ ചോദിച്ചോ പറഞ്ഞു നിങ്ങൾ തമ്മിൽ അടുത്ത സുഹൃത്തുക്കളാണ് ഞങ്ങള്. ചായ ഇതും ചായയുടെ ഫുള്ളും പൈസ തന്നു. അപ്പൊ ഞാൻ ചോദിച്ചപ്പോ പറഞ്ഞു നിങ്ങൾ തമ്മിൽ ദുഷ്മനാണ്, ദുഷ്മൻ എന്നാണ് പറഞ്ഞത്. ഇപ്പൊ നമുക്ക് തിരിച്ചു തന്നേക്കണ ഈ പരാതി പരിഹരിക്കാൻ പറ്റാഞ്ഞതുകൊണ്ടാണ് അവർ ആ പേയ്മെന്റ് തിരിച്ചു തന്നത്. ആ അപ്പൊ നമ്മുടെ വശപ്പം മാറും. ഓഹോ, അപ്പൊ ഈ പറഞ്ഞതുപോലെ ഇപ്പൊ നമ്മുടെ വശപ്പം മാറി. നമ്മുടെ പരാതി പരിഹരിക്കാത്തതുകൊണ്ട് തന്നെ പുറത്ത് നിൽക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ അവരുടെയും കൂടി തീരും. ശരിക്കും ഇത് കൃത്യമായിട്ട് ടിഷ്യൂ സ്പൂണും കിട്ടാത്തത് കൊണ്ട് മാത്രമാണ് നമുക്ക് ഈ സാധനം റീഫണ്ട് ചെയ്യുന്നത്. അത് കൂടി തന്നു കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ റെയിൽവേക്ക് നഷ്ടമില്ല, നമുക്ക് നഷ്ടമില്ല. ലോക്കോ പൈലറ്റ് കൃത്യമായിട്ട് ബ്രേക്കും കൂടി പിടിക്കാതിരുന്നാൽ നമ്മുടെ മുണ്ടും പോവില്ല. വെള്ളത്തിന് ഇപ്പൊ 15 വാങ്ങിച്ചത്, 5 രൂപ കൂട്ടി മേടിക്കുകയാണെങ്കിൽ നമ്മൾ വെള്ളവും 20 രൂപ നമുക്ക് പിന്നത്തെ കണക്കാണ്. വെള്ളവും കിട്ടി, അമിത ചാർജ് മേടിക്കാൻ പറ്റും. ഇന്നാതെ നിങ്ങൾ തമ്മിൽ പറഞ്ഞു തീർത്ത് കൊടുത്തേര് ചേട്ടാ. ഇല്ല, നിങ്ങൾക്ക് തന്നെ ഉള്ളതാണ്. ഇല്ല നിങ്ങൾക്ക് തന്നെ ഉള്ളതാണ്. അത് നിങ്ങൾ തന്നെ പിടിച്ചോ, നിങ്ങൾക്ക് തന്നെ ഉള്ളതാണത്.
കാരണം അത്രേ ഉള്ളൂ. കാരണം അമിത ചാർജ് ഈടാക്കരുത്, അത്രേ ഉള്ളൂ കാര്യം. ഓക്കെ, അല്ലാതെ ഞങ്ങക്ക് വേറെ ഒരു ഇതുമില്ല. അത് ഞങ്ങളുടെ കയ്യിൽ നിന്നല്ല, ഒരാളുടെ കയ്യിൽ നിന്ന് മേടിക്കാൻ പറ്റില്ല. ഇല്ല, പിടിച്ചോ, ഇല്ല, അത് നിങ്ങൾക്കുള്ളതാണ്. നിങ്ങളുടെ കയ്യിൽ നിന്ന് ഞാനത് മേടിച്ചു മാത്രമേ ഉള്ളൂ. അതെ, ഇനിയും ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ട്രെയിൻ യാത്ര നടത്തും. ഇനിയും അമിത ചാർജ് ഈടാക്കിയിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ വീണ്ടും നമ്മൾ ഇതേപോലെ. ഓക്കെ, പാലക്കാട്. ഓക്കെ, കണ്ട, പരാതി തീർന്ന്, പ്രശ്നം തീർന്ന്, എല്ലാം തീർന്നു. ഇനി ജീവനുണ്ടെങ്കിൽ എനിക്ക് ചായ തരില്ല. അല്ലെങ്കിൽ എന്റെ കയ്യിൽ നിന്ന് ആ കാശ് തന്നെ മേടിച്ച് തീർക്കും. തെറ്റ് വേണ്ട, ഇതേപോലെ പ്രതികരിച്ചാൽ ഓരോ പ്രശ്നവും തീരും. മിണ്ടാതിരിക്കുന്നതാണ് ഓരോ മലയാളികളുടെ ശാപമെന്ന് നിങ്ങളെ ഓർമ്മിപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.